find the one, you should never give her up. I think it's the way life. Hi friends, welcome back to my channel. ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. പോട്ട്ലി ചീസി പാസ്ത. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാസ്തയിൽ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഇതിൻ്റെ ഡോ ഉണ്ടാക്കാനായി നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഈസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ ആക്റ്റീവ് ചെയ്യാൻ വെച്ചതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുഴച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായി ഉപയോഗിക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇളം ചൂടുവെള്ളത്തിൽ ആക്റ്റീവ് ചെയ്യാൻ വെച്ചത്. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് പൊങ്ങാനായി മാറ്റിവെക്കാം. 3 കളറിലുള്ള ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസായി കട്ട് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വേണ്ടത്. ഈ ഒരു സോസ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ. 2 കപ്പ് പാലാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. ഇത് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ കപ്പും കൂടി നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മുറി ഉള്ളിയുടെ മുകളിലായി ബേ ലീഫ് വെച്ച് ഇതുപോലെ കറാമ്പ് കുത്തിക്കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സോസ് തണിഞ്ഞ് കഴിഞ്ഞാൽ തിക്കായിട്ട് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇത് ഓഫാക്കാനായി. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുതായി കട്ട് ചെയ്ത 7 പച്ചമുളകും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമ്മുടെ ഡോ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ച് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ചു മൈദ തൂവി നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു ക്ലീനായ സർഫസിൽ മൈദ തൂവി ഈ ഡോ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് പരത്തിയെടുക്കാം. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു ഡോ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം നിങ്ങൾ എടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു പാനിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡോ നമുക്ക് പാനിലേക്ക് വെക്കണം. അപ്പം ഞാൻ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കാനാണ് എളുപ്പം. അപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കി പകുതി വേവിച്ച് വെച്ച പൊട്ടാറ്റോ, വൈറ്റ് സോസ്, വേവിച്ച് വെച്ച മക്രോണിയും ചിക്കൻ്റെ മസാലയും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡോവും, ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ പൊട്ടാറ്റോ ലെയർ കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചതിൻ്റെ പകുതി പൊട്ടാറ്റോ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അടുത്ത ലെയറായി നമുക്ക് മക്രോണി ഇടാം. അടുത്ത ലെയറായി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലായി മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായി വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ബാക്കി വരുന്ന പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസും പിന്നെ വൈറ്റ് സോസും ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായി കവർ ചെയ്തെടുക്കാം. ഇത് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കാം.
നമ്മളെ ടൈം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഒരു വലിയ പാൻ എടുത്ത് നമുക്ക് ചൂടാക്കാൻ വെക്കാം. എൻ്റെ ഈ പാത്രത്തിന് കറക്റ്റായ അടപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കുക്ക് ചെയ്തത്. അടപ്പില്ലാത്ത പാനാണെങ്കിൽ ഫസ്റ്റിലെ ഇതുപോലെ പാന് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗം കുക്കായിനോ എന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗം 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിതായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങളുടെ ടേസ്റ്റി ആയിട്ടുള്ള പോട്ട്ലി ചീസി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഒരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.